Now we are dealing with the next theory of failure, that is the maximum shear stress theory or Gus theory or Tresca theory or Coulomb's theory. Okay. അപ്പോൾ അടുത്ത ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് തിയറി ആയിരുന്നു. ഓക്കെ, അതിന് പറയുന്ന പേര് റാങ്കിൻസ് തിയറി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ നോർമൽ സ്ട്രെസ് തിയറി ആയിരുന്നു. നോർമൽ സ്ട്രെസ് തിയറി ദാറ്റ് ഈസ് റാങ്കിൻസ് തിയറി. നെക്സ്റ്റ് വൺ നോർമൽ സ്ട്രെയിൻ തിയറി ദാറ്റ് ഈസ് സൈൻവെനസ് തിയറി. നെക്സ്റ്റ് തേർഡ് വൺ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ഗസ് തിയറി ഓർ ട്രെസ്ക ഓർ കൂളംസ് തിയറി. അപ്പോൾ ഷിയറിംഗ് ഓപ്ഷൻ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ആക്ച്വലി എന്തിൻ്റെ കേസിലായിരിക്കും യൂസ് ചെയ്യുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ആപ്ലിക്കേഷൻ ഉള്ളതും എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത ഒരു തിയറിയാണ് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡിംഗ് പോയിന്റിനോ അൾട്ടിമേറ്റ് പോയിന്റിൻ്റെ കേസിനോ ഗ്രേറ്റർ ആയിട്ട് വരുവാണെങ്കിൽ, ഈക്വലോ ഗ്രേറ്ററോ വരുമ്പോൾ ആക്ച്വലി ആ മെമ്പർ ആക്ച്വലി എന്ത് ചെയ്യും? ഫെയിലിയർ ആകും. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് വാല്യൂ വേണ്ട, ഈൽഡ് പോയിന്റ് ആണ്, ഡക്റ്റൈൽ മെറ്റീരിയൽ അല്ല. അപ്പോൾ ഈൽഡിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറയുന്ന ഡെഫിനിഷൻ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കോമ്പോണന്റ് ഒക്കേഴ്സ് when the maximum shear stress induced in the system reaches the value of maximum shear stress developed at yielding. ഓക്കെ, അപ്പോൾ ഈൽഡ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് ആ മെമ്പറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഫെയിലിയർ ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ഈൽഡ് ഷിയർ സ്ട്രെസ്സിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? ആക്ച്വലി ഫെയിലിയർ ആവും. ദാറ്റ് ഈസ് ദി മാക്സിമം ഷിയർ സ്ട്രെസ്, ദാറ്റ് ഈസ് ടോമാക്സ്. Maximum shear stress induced in the material which is greater than or equal to yield shear stress or ultimate shear stress. ഇതാ കണ്ടീഷൻ അല്ലേ? that is material will fails when maximum shear stress induced in the member which is greater than or equal to ultimate shear stress or yielding shear stress value. അല്ലേ? നമുക്കറിയാം മോർ സർക്കിൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേസിൽ നമ്മൾ പഠിച്ച 2 dimensional സിസ്റ്റം ആകുമ്പോൾ ആക്ച്വലി മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2 ആയിരുന്നു. അല്ലേ? പഠിച്ചതാണ് നമ്മൾ ഈ വാല്യൂ. ദാറ്റ് ഇസ് മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2 ആയിരുന്നു വാല്യൂ. അല്ലേ? അപ്പോൾ സേഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് സേഫസ്റ്റ് കണ്ടീഷൻ മാക്സിമം സ്ട്രെസ് വെച്ചാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? അല്ല, സേഫ് സ്ട്രെസ് വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ദെയർഫോർ ടോമാക്സ് എന്ന് പറയുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു ടോ ഇ എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ന് പറയുന്നത് സേഫ് സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സേഫ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് ടോ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ യൂണി ആക്സിയൽ കണ്ടീഷൻ, ഇപ്പോൾ യൂണി ആക്സിയൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. യൂണി ആക്സിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 2 എന്ന് പറയുന്ന വാല്യൂ എന്തുവാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ 2 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു വാല്യൂ എന്ത് വരും? ടോ ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് 0 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ എന്ത് വരും? ദാറ്റ് ഈസ് സിഗ്മ 1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അല്ലേ? സിഗ്മ ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ദെയർഫോർ ടോ yielding that is equal to sigma y divided by 2 എന്ന് എഴുതാമല്ലോ. ഇതിന് സിമിലർ ആയിട്ട് ടോ yielding ഈസ് ഈക്വൽ ടു സിഗ്മ y ഡിവൈഡ് ബൈ 2 എന്ന് എനിക്ക് വാല്യൂ എഴുതാം. സിഗ്മ y ഡിവൈഡ് ബൈ 2 എന്ന് എനിക്ക് വാല്യൂ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദി സേഫ് കണ്ടീഷൻ. അറ്റ് സേഫ് കണ്ടീഷൻ അല്ലേ? അറ്റ് സേഫ് കണ്ടീഷൻ വി നോ ദാറ്റ് ടോമാക്സ് ഈസ് ഈക്വൽ ടു ടോ ഇ അല്ലേ? ടോമാക്സ് ഈസ് ഈക്വൽ ടു ടോ ഇ. That is equal to, we already know that is safe stress is equal to yield stress divided by factor of safety. That is tau y divided by n എന്ന് എഴുതാമല്ലോ. tau y divided, ഇപ്പോൾ നമ്മൾ എഴുതി പഠിച്ചല്ലേ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ y ഡിവൈഡ് ബൈ n എന്നല്ലേ? n ഈസ് ഈക്വൽ ടു സിഗ്മ y ഡിവൈഡ് ബൈ സിഗ്മ ഇ അല്ലേ? സിമിലർലി സിഗ്മയ്ക്ക് വരാൻ ടോ എഴുതിയേക്കുന്നേ ഉള്ളൂ. tau e ഈസ് ഈക്വൽ ടു tau y ഡിവൈഡ് ബൈ n എന്ന് വാല്യൂ എഴുതാം. ദെയർഫോർ ടോമാക്സ് ഈസ് ഈക്വൽ ടു ടോ വൈ ഈസ് ഈക്വൽ വാല്യൂ എന്തോ? സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 അല്ലേ? അങ്ങനെയാണ് ഈ ടൈം എന്ത് വരും? ടോ വൈക്ക് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 n. സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 n എന്ന് വരും ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 n എന്ന് വരും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് 2D, അതായത് 2 ഡയമെൻഷൻ്റെ കേസിലാണ് നമുക്കറിയാം ടോമാക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2. ഓൾറെഡി ടോമാക്സ് എന്തുവാ? സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 n അല്ലേ? ദാറ്റ് ഈസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 n ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഡിവൈഡ് ബൈ 2 ആവാൻ.
അല്ലേ? അപ്പോൾ ഈ 2 ടൈം ക്യാൻസൽ ആവുമല്ലോ അല്ലേ? ഈ 2 ക്യാൻസൽ ആവും. സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ എന്ന് വെച്ചാൽ സിഗ്മ ഇ അല്ലേ? അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ സിഗ്മ ഇ. സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 2. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ദാറ്റ് ഈസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2. ഒന്നുകൂടെ പറയാം, ഒന്നുമില്ല. മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈൽഡ് ഷിയർ സ്ട്രെസ് ഓർ അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ കുറയുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യും? മെമ്പർ ഫെയിലിയർ ആവും അല്ലേ? നമുക്കറിയാം മാക്സിമം ഷിയർ സ്ട്രെസ് 2 ഡയമെൻഷൻ്റെ കേസ് ഈ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ സിഗ്മ 1 മൈനസ് സിഗ്മ 2 അല്ലേ? സേഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആയിരിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു ഡിസൈൻ സ്ട്രെസ് ആയിരിക്കണം, അല്ലെങ്കിൽ സേഫ് സ്ട്രെസ് ആയിരിക്കണം വാല്യൂ. ടോമാക്സ് ഈസ് ഈക്വൽ ടു ടോ ഇ വാല്യൂ അല്ലേ? യൂണിയാക്സിൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ദർഫോർ സിഗ്മ 2 ഈസ് ഈക്വൽ ടു 0 ആണ്. ടോ ഈസ് ഈക്വൽ സിഗ്മ ബൈ 2 എന്ന് വരും. ദർഫോർ ടോ വൈ ഈസ് ഈക്വൽ സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 എന്ന വാല്യൂ വരും അല്ലേ? അതാണെങ്കിൽ സേഫ് കണ്ടീഷൻ ടോമാക്സ് ഈസ് ഈക്വൽ ടി ഇ അല്ലേ? ടോ ഇ അല്ലേ? ടോ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? സിമിലർലി അൾട്ടിമേറ്റ് ഈൽഡ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ബേസിക്കലി ടോ വൈ ഡിവൈഡ് ബൈ എൻ എന്ന് എഴുതാം. ടോ വൈ ആക്ച്വലി സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 അല്ലേ? സിഗ്മ വൈ ഡിവൈഡ് ബൈ 2n എന്ന് വാല്യൂ വരും. ടോമാക്സ് ഈസ് ഈക്വൽ സിഗ്മ വൈ ഡിവൈഡ് ബൈ 2n. Okay, in the 2 dimension, Tomax is equal to sigma 1 minus sigma 2 divided by 2. അല്ലേ? Tomax എന്ന് പറയുന്നത് sigma y divided by 2n അല്ലേ? Just value substitute ചെയ്യുക. Sigma y divided by 2n is equal to sigma 1 minus sigma 2 divided by 2. 2 2 cancel ആയി കഴിഞ്ഞാൽ sigma y divided by n എന്ന് വരും. Sigma y divided by n, that is the ultimate yield stress divided by factor of safety, that is the safe stress value or design stress value, that is sigma e is equal to sigma 1 minus sigma 2 എന്ന് വരും. എന്തിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്? 2 dimension എലമെന്റിന്റെ കേസിലാണ്. ഓക്കെ, സപ്പോസ് 3 dimension ആണെങ്കിലോ? 3 dimension ആണെങ്കിൽ sigma 1 is greater than sigma 2 is greater than sigma 3 ആ വാല്യൂ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. sigma e is equal to sigma 1 minus sigma 3 എന്ന് വരും. ഓക്കെ, ലാർജർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ വരും. ദാറ്റ് is sigma 1 minus sigma 3 എന്ന് വരും. ഓക്കെ, that is the maximum shear stress theory concept in maximum shear stress theory concept. Okay. നെക്സ്റ്റ്, സോ ഇത് ഞാൻ പറഞ്ഞു ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞേക്കുന്നത് കാരണം ഇത് ആക്ച്വലി എന്തിൻ്റെ കേസിലാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞേക്കുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് ഉപയോഗിക്കുക. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണെന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. ഇതിൻ്റെ റീജിയൻ ഓഫ് സേഫ്റ്റി, ഇപ്പോൾ ഈ ഇത് വെച്ച് ഞാൻ ഡിഫറൻറ്റ് വാല്യൂസ് കൊടുത്ത് ഞാൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗണൽ പ്രിസമായിരിക്കും. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട, പക്ഷേ ഇത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ള വാല്യൂ എനിക്ക് വേണം, കാരണം ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ ഗസ് തിയറി? ദറ്റ് ഈസ് ദ ഷേപ്പ്. ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും? ഹെക്സഗണൽ പ്രിസം. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആ വാല്യൂ. ഓക്കെ, ഓക്കെ. Now we are dealing with another theory of failure, that is distortion energy theory or shear energy theory. Another name is Henke von Mises theory. von Mises theory ഒക്കെ സാധാരണ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള വാക്കുകളാണ്. ഡിസ്റ്റോർഷൻ എനർജി തിയറി ഓർ ഷിയർ. പേരിനകത്ത് തന്നെ ഉണ്ട് ഷിയർ എനർജി തിയറി. ഷിയറിംഗ് ആക്ഷൻ വരുമ്പോൾ ആക്ച്വലി ഇത് എന്തിൻ്റെ കേസാണ് വരുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ ഇതും ഈ തിയറിയും ആക്ച്വലി വൈഡ്ലി യൂസ് ചെയ്യുന്ന എന്തിൻ്റെ കേസിലായിരിക്കും? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ഈ തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടൈമാണ്. ഈ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് 4th മൊഡ്യൂളിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് എന്തോന്ന് അന്നേരം പറയാം. സ്ട്രെയിൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഒരു മെറ്റീരിയലിനകത്ത് ലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ അത് സെർട്ടൺ എമൗണ്ട്, ചില മെറ്റീരിയൽ സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് ആക്ച്വലി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി. ഇപ്പോൾ സ്പ്രിംഗ് ഒക്കെ എന്ന് പറയുന്നത് അല്ലേ? സ്പ്രിംഗ് ആക്ഷൻ, സ്പ്രിങ്ങിനകത്ത് ലോഡ് കൊടുക്കുമ്പോൾ ആ സ്പ്രിങ്ങിനകത്ത് സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ആക്ച്വലി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഈ സ്ട്രെയിൻ എനർജിയുടെ ഒരു സെർട്ടൈൻ പോർഷനാണ് ആക്ച്വലി ആ എലമെൻറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കാരണമാകുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റോർഷൻ എനർജി തിയറി. നോക്കിക്കേ, ദ പോർഷൻ ഓഫ് സ്ട്രെയിൻ എനർജി പ്രൊഡ്യൂസിങ് ചേഞ്ചിങ് ഷേപ്പ് ഓഫ് ദി എലമെന്റ് ഈസ് അസ്യൂംഡ് ടു ബി കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ദി ഫെയിലിയർ ഓഫ് ദി മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ ഫെയിലിയർ ആവാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയുടെ ഒരു സെർട്ടൺ പാർട്ടാണെങ്കിലാണ് അതിനെന്ത് പറയുന്നത്? ഡിസ്റ്റോർഷൻ എനർജി തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ പോർഷൻ ഓഫ് സ്ട്രെയിൻ എനർജി പ്രൊഡ്യൂസിങ് change in shape of the element is assumed to be completely responsible for the failure of the material. എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിനകത്ത് ലോഡ് കൊടുക്കുമ്പോൾ എന്ത് എനർജി ക്രിയേറ്റ് ചെയ്യും? സ്ട്രെയിൻ എനർജി ഉണ്ടാവും. ആ സ്ട്രെയിൻ എനർജിയുടെ ഒരു സെർട്ടൈൻ പോർഷനാണ് ആക്ച്വലി ആ മെമ്പർ ഫെയിലിയർ ആവാൻ കാരണമാകുന്നതെങ്കിൽ ആ തിയറി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റോർഷൻ എനർജി തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഡിസ്റ്റോർഷൻ എനർജി തിയറി ഡെറിവേഷൻ ഒന്നും വേണ്ട, ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് സേഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ്
സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2. ഈ ഫോർമുല കാണാൻ പഠിക്കണം കേട്ടോ. നമുക്ക് ഡിസൈൻ്റെ അകത്ത് ഡേറ്റാ ബുക്കിനകത്ത് പിള്ളേരെല്ലാം A7 പിള്ളേർ പഠിക്കുന്നത്, നമുക്ക് പക്ഷേ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫോർമുല കാണാൻ പഠിക്കുക. ഇതെന്ന് പറയുന്നത് ഏതാ? 2 ഡയമെൻഷണൽ കേസ്, 2D കേസിൻ്റെ. അതായത് സിഗ്മ 1 സിഗ്മ 2 മാത്രമേ ഉള്ളൂ. 3 ഡയമെൻഷൻ ആണെങ്കിൽ സിഗ്മ ഇ ഈസിക്കൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിന് സിമിലർ ആയിട്ട് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 3 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2, sigma 1 sigma 1 2, next one 2 3, that is sigma 2 sigma 3, next one sigma 1 sigma 3. The equation. Okay, equation എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിലാണ് ബേസിക്കലി 3Dയുടെ കേസിലാണ്. ഓക്കെ, ആക്ച്വലി ഡിസ്റ്റോർഷൻ എനർജി തിയറി ഓർ ഷിയർ എനർജി തിയറി ഓർ ഹെൻഗി വോൺ മൈസസ് തിയറി. അപ്പോൾ ആക്ച്വലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷിയർ എനർജി തിയറി എന്ന് അതിന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന തിയറിയാണ്. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന തിയറിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഷിയർ എനർജി തിയറി ഓർ ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഡിസ്റ്റോർഷൻ എനർജി തിയറി എന്നാൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഡിസ്റ്റോർഷൻ ഓഫ് ദി എലമെന്റ്. ഒരു മെറ്റീരിയലിനകത്ത് ഞാൻ ലോഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്ത് ജനറേറ്റ് ചെയ്യും? സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ് ചെയ്യും. ആ സ്ട്രെയിൻ എനർജിയുടെ ഒരു സർട്ടൻ പാർട്ടാണ് ആക്ച്വലി ആ മെറ്റീരിയൽ ഫെയിലിയർ ആവാൻ കാരണമെങ്കിൽ അതിന് പറയുന്നവരാണ് ഡിസ്റ്റോർഷൻ എനർജി തിയറി. ദ പോർഷൻ ഓഫ് ദി സ്ട്രെയിൻ എനർജി പ്രൊഡ്യൂസിംഗ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ദി എലമെന്റ് ഈസ് അസ്യൂംഡ് ടു ബി കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ദി ഫെയിലിയർ ഓഫ് ദി മെറ്റീരിയൽ ബൈ yielding ഈസ് നോൺ ആസ് ഡിസ്റ്റോർഷൻ എനർജി തിയറി ഓർ ഷിയർ എനർജി തിയറി എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഫോർമുല ഓർത്തിരിക്കുക. സേഫ് സ്ട്രെസ് ഓർ ഡിസൈൻ സ്ട്രെസ് ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2 ഇൻ ദ കേസ് ഓഫ് 3 ഡയമെൻഷണൽ എലമെന്റ്. 2 ഡയമെൻഷണൽ എലമെന്റ് 3 ഡയമെൻഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ്. ഇതായിരിക്കും ഷേപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എലിപ്സ് ആണ് ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ്. ഇത് പ്ലോട്ട് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ഷേപ്പ് എന്തുമായിരിക്കും? എലിപ്സ് ആയിരിക്കും ഷേപ്പ്. ഇത് ആക്ച്വലി ഗുഡ് റിസൾട്ട് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. Okay, first one, that is the normal stress theory or Rankine's theory. Shape എന്ന് പറഞ്ഞാൽ rectangle, which is good for brittle material. Normal strain theory or Sen-Venant's theory, which is used in the case of ഡക്റ്റൈൽ മെറ്റീരിയൽ. പക്ഷേ അതിന് എക്സ്പെരിമെൻ്റൽ റിസൾട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എന്തുവായിരുന്നു വരുന്നത്? ദാറ്റ് ഈസ് എ ഹെക്സേണൽ പ്രിസമായിരുന്നു വാല്യൂ അല്ലേ? അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്തുവായിരുന്നു? ഹെക്സേണൽ പ്രിസമായിരുന്നു വാല്യൂ. സോറി, റോംബസ് ആയിരുന്നു വാല്യൂ അല്ലേ? റോംബസ് ആയിരുന്നു വാല്യൂ. നെക്സ്റ്റ് വൺ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഓർ ഗസ് തിയറി. അപ്പോൾ ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ്. അതിൻ്റെ ഷേപ്പ് വരുന്നത് എന്തുവായിരുന്നു? ദാറ്റ് ഈസ് ദി ഹെക്സേണൽ പ്രിസമായിരുന്നു വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വൺ കഴിഞ്ഞ് ഫോർത്ത് വൺ ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എലിപ്റ്റിക്കൽ ഷേപ്പാണ് വന്നിരിക്കുന്നത് അല്ലേ? ലാസ്റ്റ് രണ്ട് തിയറിയും ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന തിയറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ദി ടോട്ടൽ സ്ട്രെയിൻ എനർജി തിയറി or Higgs theory. Total strain energy theory or Higgs theory. That is the failure at any point in a body subjected to statostress will occurs when total strain energy theory അല്ലേ? Total strain energy per unit volume at a point is equal to the strain energy absorbed per unit volume at the yield point. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പറിനകത്ത് ഞാൻ ലോഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് certain amount of strain energy ഇൻഡ്യൂസ് ചെയ്യും. സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോളിയം, മാക്സിമം സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോളിയം വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദി സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ ദ കേസ് ഓഫ് ഈൽഡ് പോയിന്റ് ആണെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും? മെമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഫെയിലിയർ ആവും. അത്രേ ഉള്ളൂ. സിമ്പിൾ ഡെഫിനിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫോർത്ത് മോഡ്യൂളിൽ അത് പഠിക്കാണ്ട്. ഇപ്പോൾ ഇത് മാത്രം ടൈം എന്തുവെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ദ ഫെയിലിയർ അറ്റ് എനി പോയിന്റ് ഇൻ എ ബോഡി സബ്ജക്റ്റഡ് ടു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് will occurs. ഫെയിലിയർ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. therefore ടോട്ടൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു ദ സ്ട്രെയിൻ എനർജി അബ്സോർബ്ഡ് പെർ യൂണിറ്റ് വോളിയം അറ്റ് ദി ഈൽഡ് പോയിന്റ്. അപ്പോൾ ഈൽഡ് പോയിന്റിൽ അബ്സോർവ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനേക്കാൾ ഗ്രേറ്റർ ആണ് ആ മെമ്പറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എങ്കിൽ ആക്ച്വലി അതിന് പറയുന്ന മെമ്പർ എന്ത് ചെയ്യും? ഫെയിലിയർ ആകും. ദാറ്റ് തിയറി ഈസ് നോൺ ആസ് ടോട്ടൽ സ്ട്രെയിൻ എനർജി തിയറി ഓർ ഹേഗ്സ് തിയറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി തിയറി ഓർ ഹേഗ്സ് തിയറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഈസ് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് 2 മ്യൂ സിഗ്മ 1 സിഗ്മ 2. നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ ആയിരുന്നു അല്ലേ? അതിന് സിമിലർ ആയിട്ടായിരുന്നു ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ മ്യൂവും കൂടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. നോക്കിക്കേ, കമ്പയർ ചെയ്ത് പഠിക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഇ ഈസിക്കൽ സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ മൈനസ് 2 മ്യൂ സിഗ്മ 1 സിഗ്മ 2. ഈ കേസിലോ ദാറ്റ് ഈസ് ഡിസ്റ്റോർഷൻ എനർജി തിയറി സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2. ഇതിൻ്റെ കൂടി അഡീഷണൽ ആയിട്ട് മ്യൂ എന്ന് പറഞ്ഞ പോയിസൺസ് റേഷ്യോയും കൂടെ വരുമെന്നേ ഉള്ളൂ വാല്യൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ കേസാണ്?
2 ഡയമെൻഷണൽ എലമെന്റിന്റെ കേസിലാണ്. നെക്സ്റ്റ് വൺ 3 ഡയമെൻഷണൽ എലമെന്റ് ആണെങ്കിൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇത് എഴുതാം സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 3 സ്ക്വയർ. ഓക്കെ, സിഗ്മ 3 സ്ക്വയർ മൈനസ് 2 മ്യൂ അഡീഷണൽ ആയിട്ട് വന്ന ടൈം അല്ലേ, 2 മ്യൂ അഡീഷണൽ ആയിട്ട് വന്ന ടൈം ആണ് നമുക്കറിയാം. സിഗ്മ 1 സിഗ്മ 2 പ്ലസ് സിഗ്മ 2 സിഗ്മ 3 പ്ലസ് സിഗ്മ 1 സിഗ്മ 3. ആക്ച്വലി എന്തിൻ്റെ കേസിൽ 3D എലമെന്റിന്റെ കേസിലെ ഇക്വേഷൻ. ഓക്കെ.